ഹലോ ഓൾ, ഈ വീഡിയോ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടി ത്രെഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ക്രിയേറ്റ് 2 ത്രെഡ്സ്, വൺ ഫോർ റൈറ്റിംഗ് ഈവൻ നമ്പേഴ്സ് ആൻഡ് അതർ ഫോർ റൈറ്റിംഗ് ഓഡ് നമ്പേഴ്സ് അപ് ടു 100 ഇൻ 2 ഡിഫറെൻറ്റ് ഫയൽസ്. ഓക്കെ, നമ്മൾ 2 ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരെണ്ണം എന്ന് പറയുന്നത് 1 തൊട്ട് 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് റൈറ്റ് ചെയ്യും, മറ്റേ ത്രെഡ് എന്ന് പറയുന്നത് 1 തൊട്ട് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇത് രണ്ടും നമ്മളൊരു ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ത്രെഡ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ത്രെഡ് നമുക്ക് ഒന്നീത് ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റണ്ണബിൾ എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തും ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിനെയാണ് എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ് ഓഡ് എക്സ്റ്റെൻസ് ത്രെഡ്, അതിനായിട്ട് നമ്മുടെ റൺ എന്ന് പറയുന്ന മെത്തേഡിനെ ഞാൻ ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ റൈഡ് ചെയ്ത മെത്തേഡാണ് ഈ റൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രെഡിൻ്റെ പേര്, കറണ്ട് ത്രെഡിൻ്റെ പേര് കിട്ടാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് വിളിക്കുമ്പോൾ നമുക്ക് ഈ കറണ്ട് ത്രെഡിൻ്റെ ഇൻസ്റ്റൻസ് കിട്ടും. അത് ഡോട്ട് ഗെറ്റ് നെയിം വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ കറണ്ട് ത്രെഡിൻ്റെ പേര് കിട്ടും. എന്നിട്ട് ഇതിനകത്ത് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് എല്ലാം ഒരു ഫയലിൽ റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ റൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബഫേർഡ് റൈറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫയൽ റൈറ്റർ ആവശ്യം വരും. പിന്നെ അതുപോലെ എക്സെപ്ഷന് വേണ്ടിയിട്ട് IO എക്സെപ്ഷൻ ആവശ്യം വരും. അതെല്ലാം ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് ഫയൽ റൈറ്റർ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ജാവ ഡോട്ട് IOരകത്തുള്ള ബഫേർഡ് റൈറ്റർ ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ജാവയുടെ IOരകത്തുള്ള IO എക്സെപ്ഷനും ഇമ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും കൊടുക്കാം. ഇവിടെ ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. ഓക്കെ, എനിക്ക് ഇത് 3 ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് 3ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഫയൽ റൈറ്റർ ക്രിയേറ്റ് ചെയ്തു. ഫയൽ റൈറ്ററിൻ്റെ ഒബ്ജക്റ്റ്, അതിനകത്ത് ഫയൽ റൈറ്റർ FW is equal to ന്യൂ ഫയൽ റൈറ്റർ ഓഫ്, ആ ഫയലിൻ്റെ പേര് ഞാൻ കൊടുത്തു ഓഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഫയലിലോട്ടായിരിക്കും നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ബഫേർഡ് റൈറ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ബഫേർഡ് റൈറ്റർ BW is equal to ന്യൂ ബഫേർഡ് റൈറ്റർ ഓഫ് FW. ഓക്കെ, അപ്പം ഈ ബഫേർഡ് റൈറ്ററിൻ്റെ കൺസ്ട്രക്റ്റിനകത്തോട്ട് നമ്മൾ ഈ ഫയൽ റൈറ്റർ ആയിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പഴയത് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ബഫേർഡ് റൈറ്ററിനകത്ത് കുറേ സ്ട്രിങ്സ് ആയിരിക്കും റൈറ്റ് ചെയ്യുന്ന. ആ സ്ട്രിങ് നമ്മളൊരു ഫയൽ റൈറ്ററിനകത്ത് കൊടുക്കുമ്പോൾ ഫയൽ റൈറ്റർ ഈ പാസ് ചെയ്ത സ്ട്രിങ്ങിനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഓഡ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫയലിലോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, ഇന്റേണലി ഫയൽ റൈറ്റർ ഒരു ഔട്ട്പുട്ട് സ്ട്രീം റൈറ്ററിലോട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതാണ് അത് ബൈറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് പറയുന്നത് 2 ബൈറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ പഴയത് പറഞ്ഞ പോലെ തന്നെ ഫയലിനകത്തുള്ളതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. റൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫയൽ റൈറ്ററാണ് നമ്മൾ ബഫേർഡ് റൈറ്ററിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ ഫോർ i equal to 1, i less than 100, i equal to i plus 2. ഓഡ് നമ്പേഴ്സ് 2 നമ്പർ വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് വരുന്നതുകൊണ്ടാണ് i equal to i plus 2 കൊടുത്തത്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് i equal to 1, i less than 100, i equal to i plus plus കൊടുത്തിട്ട് ഇതിനകത്തായിട്ടൊരു ഈഫിനകത്തൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. ഇഫ് i മോഡുലസ് 2 equal to 1 എന്ന് വെച്ചാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നുണ്ടെങ്കിൽ എന്നെങ്കിൽ മാത്രം ഇത് റൈറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. i equal to 1, i less than 100, i equal to i plus 2. അപ്പോൾ നമുക്ക് 135 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പം ഓരോ ഓഡ് നമ്പേഴ്സ് എടുത്തത് ഞാൻ എന്ത് ചെയ്തു, ബഫേർഡ് റൈറ്റർ വെച്ച് റൈറ്റ് ചെയ്തു. അപ്പോൾ BW ഡോട്ട് റൈറ്റ് ഓഫ് സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഐനെ നമ്മൾ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫ് i എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം 10 ആണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് സ്ട്രിങ് ആക്കി നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അത് റൈറ്റ് ചെയ്യും. അത് റൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്തത് പുതിയ ലൈനിൽ വരാനായിട്ട് ഞാനൊരു ന്യൂ ലൈൻ ക്യാരക്ടറും കൂടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് BW ഡോട്ട് റൈറ്റ് ഓഫ് \n എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് നമുക്ക് സ്ക്രീനിലൊരു അപ്ഡേറ്റ് കാണിക്കാനായിട്ട് ഞാൻ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിന്റിനകത്ത് റിട്ടേൺ ഓഡ് നമ്പർ കഴിഞ്ഞ് +i, ഏത് നമ്പർ റൈറ്റ് ചെയ്ത ആ നമ്പറും അതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പം ഇത് 1 തൊട്ട് 99 വരെ എത്തുന്നത് വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് അത് ഫയൽ റൈറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ i equal to i plus 2 വരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 135 എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇത്
റൈറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൺസോളിലാണ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. system.out.println out.text written successfully എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം ബഫർ റൈറ്റർ ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ ഫയൽ റൈറ്റർ ക്ലോസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഫയലിനകത്ത് ഒരു IO എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈയിനകത്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ട്രൈയിനകത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ത്രോസ് പറഞ്ഞ് കൊടുക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൺ എന്ന് പറയുന്ന ഒരു ഓവർ റിഡൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡർ എപ്പോഴും പബ്ലിക് പോയിട്ട് റൺ എന്നേ വരാൻ പാടുള്ളൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഹെഡർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓവർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് എറർ കാണിക്കും. അതിൻ്റെ പാരൻറ്റിൻ്റെ ഹെഡർ ഇങ്ങനെയല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പോൾ നമ്മൾ എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും റണ്ണിനകത്ത് എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ ട്രൈ ക്യാച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ത്രെഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് റൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ റണ്ണിനകത്ത് നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുകളിൽ ഓഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈവനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ആ ത്രെഡിന്റെ പേര് പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ട് thread.current_thread.getName എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം കറന്റ് ത്രെഡ് മെത്തേഡ് എന്താ ചെയ്യുന്നത്, ഇതിന്റെ കറന്റ് ഇൻസ്റ്റൻസ്, ഈ ത്രെഡിന്റെ കറന്റ്ലി റണ്ണിങ് ത്രെഡിന്റെ ഇൻസ്റ്റൻസ് റിട്ടേൺ ചെയ്ത് തരും. അത് .getName വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ പേര് കിട്ടും. അപ്പോൾ ആ പേര് പ്രിന്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഫയലിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രൈയിനകത്ത് ഈ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, എക്സെപ്ഷൻ ഒക്കെ അറിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ട്രൈ ക്യാച്ചിനകത്തായിരിക്കും നമ്മളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ട്രൈ വെച്ച് ആദ്യം ട്രൈ ചെയ്ത് നോക്കും. എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ IO എക്സെപ്ഷൻ അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് ആ ഒരു എക്സെപ്ഷൻ എന്താണെന്നുള്ള ഈ പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് എന്ത് ചെയ്ത് കാണിക്കും, പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി അടുത്ത ട്രൈയിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫയൽ റൈറ്ററിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ന്യൂ ഫയൽ റൈറ്റർ ഓഫ് even.txt എന്ന് പറഞ്ഞൊരു ഫയലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം even.txt എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയൽ റൈറ്ററിന്റെ കൺസ്ട്രക്ടറിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ബഫേർഡ് റൈറ്ററിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രക്ടറിനകത്തോട്ട് ഫയൽ റൈറ്ററിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത് നമ്മൾ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഈവൻ നമ്പേഴ്സ് മാത്രം എടുത്തു. അപ്പോൾ ഈവൻ നമ്പേഴ്സ് മാത്രം എടുക്കാനായിട്ട് i = 2, i less than or equal to 100, i equal to i plus 2 ചെയ്തു. അപ്പം 2, 4, 6, 8, 10 എന്ന് പറഞ്ഞിട്ട് 1 തൊട്ട് 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എല്ലാം കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കിട്ടുന്ന നമ്പേഴ്സ് നമുക്ക് ഓരോന്ന് റൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ bw.write_off then string.value of i എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ i എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രിങ് ആണ് വേണ്ടത്. അപ്പോൾ അതിനെ സ്ട്രിങ്ങിലോട്ട് ആക്കാനായിട്ട് string.value_of എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് വെച്ചിട്ട് അതിനെ എന്താക്കി, സ്ട്രിങ് ആക്കി. ഇനി അത് ഫയൽ റൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ അടുത്തത് ന്യൂ ലൈനിൽ വരാനായിട്ട് നമ്മൾ ന്യൂ ലൈൻ ക്യാരക്ടറും കൂടെ അതിനകത്ത് റൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് bw.write_off ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ \n എന്ന് പറഞ്ഞ് കൊടുത്തു, ന്യൂ ലൈൻ ക്യാരക്ടർ റൈറ്റ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഒരു മെസ്സേജ് നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാനായിട്ട് റിട്ടേൺ ഈവൻ നമ്പർ, എന്നിട്ട് ആ നമ്പർ ഏതാണോ അതെന്നുള്ള ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ \t നമ്മൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഓടും ഈവൻ തമ്മിൽ എളുപ്പം സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനാണ് ഒരു ഹൊറിസോണ്ടൽ ടാബും കൂടെ കൊടുത്തു. അപ്പോൾ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ടാബും കൂടെ ഇൻഡന്റ് ചെയ്തിട്ടായിരിക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ ഫോർ ലൂപ്പിനകത്ത് നമ്മളെല്ലാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ നമ്പേഴ്സും ഈ ഫയലിനകത്ത് റൈറ്റ് ചെയ്തതിന് ശേഷം ഫോർ ലൂപ്പ് എക്സിറ്റ് ചെയ്ത് വെളിയിൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കൺസോളിൽ ഒരു മെസ്സേജ് കിട്ടാനായിട്ട് system.out.println even.text written successfully എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ബഫർ റൈറ്റർ ക്ലോസ് ചെയ്തു, അതിനുശേഷം ഫയൽ റൈറ്ററും ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ട്രൈയും ക്യാച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഓഡ് ക്ലാസ് ആണ് 1 തൊട്ട് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് odd.txt റൈറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈവൻ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഈവൻ ക്ലാസ് എന്ന് പറയുന്ന ത്രെഡാണ് എന്ത് ചെയ്യുന്നത്, 2 തൊട്ട് അല്ലെങ്കിൽ 1 തൊട്ട് 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എല്ലാം even.txt എന്ന് പറയുന്ന ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത് നമ്മുടെ മെയിൻ പ്രോഗ്രാം ഒരു പുതിയൊരു ക്ലാസ്സിനകത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഈവൻ ഓഡ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ്. അതിനകത്തൊരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഉണ്ട്. ഓക്കെ, അപ്പം മെയിനകത്താണ് നമ്മൾ ത്രെഡ് ക്രിയേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ
ഓഡ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ്, അതൊരു ത്രെഡ് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്ത ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എല്ലാം ത്രെഡ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിൻ്റെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓഡ് ക്ലാസ് വെച്ചൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഈവൻ ക്ലാസ് വെച്ച് നമ്മൾ ഇ എന്ന് പറഞ്ഞൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായിട്ട് നമ്മൾ ഓ ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇ ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത് ഇ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്ന ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഓ ഡോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഓയുടെ ത്രെഡ് ഓഡ് നമ്പേഴ്സ് എല്ലാം ഫയലിനകത്തോട്ട് ഓ ഡോട്ട് എക്സിനകത്തോട്ട് റൈറ്റ് ചെയ്യും. ഇനി ഇ എന്ന് പറയുന്ന ത്രെഡ് എന്താ ചെയ്യുന്നത്, ഈവൻ നമ്പേഴ്സ് എല്ലാം ഈവൻ ഡോട്ട് എക്സിനകത്തോട്ട് റൈറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്. നമുക്കിനി ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയാണ്. ജാവ സി ഈവൻ ഓഡ് ഫയൽസ് ഡോട്ട് ജാവ. ഓക്കെ, വേറെ എറേഴ്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഫയലിനെ റൺ ചെയ്യുകയാണ്. ജാവ ഈവൻ ഓഡ് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങളിപ്പം നമ്മൾ ത്രെഡ് 0 ആദ്യത്തെ ത്രെഡ് ഓഡ് നമ്പേഴ്സ് റൈറ്റ് ചെയ്തു, രണ്ടാമത്തത് ഈവൻ നമ്പേഴ്സും റൈറ്റ് ചെയ്ത് വച്ചു. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ത്രെഡ് 0 എക്സിക്യൂട്ട് കഴിഞ്ഞിട്ടാണ് ത്രെഡ് 1 എക്സിക്യൂട്ട് ചെയ്തത്. അത് വേറെ ഒന്നുമല്ല, ഈ ത്രെഡ് 0യും ത്രെഡ് 1ഉം വളരെ ചെറിയ ത്രെഡ് ആയതുകൊണ്ടാണ് ഒറ്റയടിക്ക് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ ത്രെഡ് ആയിരുന്നെങ്കിൽ അതിങ്ങനെ മാറി മാറി തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ ഒരു 100ന് പകരം 1000 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ ഈ ഒരു ത്രെഡ് മാറി മാറി എക്സിക്യൂട്ട് ചെയ്താണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈവൻ കഴിഞ്ഞ് ഓഡ് വന്നിട്ടുണ്ട്, കണ്ടോ, ഈവൻ കഴിഞ്ഞിട്ട് ഇവിടെ ഓഡ് വന്നിട്ടുണ്ട്, പിന്നെ ഈവൻ വന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഓഡ് വന്നിട്ടുണ്ട്, പിന്നെയും നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഈവൻ വന്നിട്ടുണ്ട്. ഒരു ത്രെഡ് വളരെ വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിഫറൻസ് ഇവിടെ അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ പ്രീവിയസ് ഒരു വീഡിയോയിനകത്ത് നമ്മൾ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ഒക്കെ കൊടുത്തത്. ഓക്കെ, കാരണം നമ്മുടെ ആ ഒരു ത്രെഡിന്റെ വലിപ്പം കൂടുമ്പോൾ മാത്രമേ ആ മൾട്ടി ത്രെഡിങ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം കുറച്ചുകൂടെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതുകൊണ്ടും അതിൽ കുറച്ചുകൂടെ കേപ്പബിൾ ആണ്. അപ്പോൾ അതിൽ ഒരു നാനോ സെക്കൻഡിൽ ചെയ്യാവുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ എണ്ണമൊക്കെ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ഒപ്റ്റിമൈസേഷൻ അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, അത് ഓരോ സിസ്റ്റത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും മൾട്ടി ത്രെഡിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ത്രെഡിന്റെ കുറച്ച് ഭാഗം എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത ത്രെഡ് അങ്ങനെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ CPU ഉണ്ടെങ്കിൽ കൺകറന്റ് ആയിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് പഴയതുപോലെ തന്നെ ആക്കാം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. ക്ലിയർ ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുകയാണ്. കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ഫയൽസ് ഒന്ന് എടുത്ത് നോക്കാം. ഓഡ് ഡോട്ട് ടെക്സ്റ്റും ഈവൻ ഡോട്ട് ടെക്സ്റ്റ്, അതിനകത്ത് നമ്പേഴ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ? ശരിയാണ്, നമ്മൾ ഓഡ് നമ്പേഴ്സിനകത്ത് 100 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും വന്നിട്ടുണ്ട്. അതുപോലെ ഈവൻ ഡോട്ട് ടെക്സ്റ്റിനകത്ത് 1 തൊട്ട് 100 ഇടയ്ക്കുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും വന്നിട്ടുണ്ട്. 2 തൊട്ട് ബാക്കിയുള്ള ഈവൻ നമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് രണ്ട് ഡിഫറെൻറ്റ് ഫയൽസിൽ സെയിം ടൈം എങ്ങനെ റൈറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഒരു ത്രെഡ് ഓഡ് നമ്പേഴ്സിന് റൈറ്റ് ചെയ്തു, മറ്റൊരു ത്രെഡ് ഈവൻ നമ്പേഴ്സിന് റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫയലിൻ്റെ കോൺസെപ്റ്റ് ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കി വച്ചേക്കുക. ഓക്കെ, താങ്ക് യു.